അസ്സലാമു അലൈക്കും ഉസ്താദ്. അക്കീക്കത്തും ഉളഹിയത്തും ഒന്നായിട്ട് അറക്കാൻ പറ്റുമോ? അത് വേറെ നാട്ടിൽ വെച്ച് അറുത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഉത്തരം തന്നാൽ നന്നായിട്ട്. അഖീഖത്തും ഉളുഹിയത്തും ഒന്നിച്ചറക്കാൻ പറ്റുമോ എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. ദുൽഹിജ്ജ മാസം 10, 11, 12, 13 എന്നീ ദിവസങ്ങളാണല്ലോ ഉളുഹിയത്തിൻ്റെ സമയം. ആ സമയത്ത് ഉളുഹിയത്തറുക്കലോടുകൂടെ ഒട്ടകമോ മാടോ അറുക്കുമ്പോൾ അതിൽ 1/7 മാത്രമേ ഉളുഹിയത്തിന് ആവശ്യമുള്ളൂ. അപ്പം മറ്റൊരു സുബഹ് കൊണ്ട് ഒരു കുട്ടിയുടെ അഖീഖത്ത് ഉദ്ദേശിക്കാം. അതുപോലെ തന്നെ ഒരു സുബഹ് കൊണ്ട് ഞാനും മറ്റൊരു സുബഹ് കൊണ്ട് എൻ്റെ അനുജനും ഉളുഹിയത്ത് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അയൽപക്കക്കാരൻ ഒരു സുബഹ് കൊണ്ട് അവൻ്റെ കുട്ടിക്ക് അഖീഖത്ത് ഉദ്ദേശിക്കാം. വേറൊരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒരു സുബഹ് കൊണ്ട് അതും ഉദ്ദേശിക്കാം. മറ്റൊരാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കും സുബഹ് ഉദ്ദേശിക്കാം. ചുരുക്കത്തിൽ ഉളുഹിയത്തോ അഖീഖത്തോ ആട് അറുക്കുകയാണെങ്കിൽ ഒന്ന് മുഴുവനും വേണം. ഒട്ടകമോ മാടോ ഉളുഹിയത്തോ അഖീഖയോ അറുക്കുമ്പോൾ സുബഹിൽ കുറയാത്ത ഭാഗം മതി. അപ്പം 70,000 രൂപക്ക് ഒരു പോത്തിനെ 7 ആൾ കൂടി ഉടമയാക്കിയതിൻ്റെ ശേഷം ഓരോ ആളുകളും അവനവൻ്റെ 1/7 വിഹിതം കൊണ്ട് എന്താണോ നിയ്യത്ത് വെക്കുന്നത് അങ്ങനെ നിയ്യത്ത് വെച്ച് ഉളുഹിയത്തോ അഖീഖത്തോ ഒക്കെയായി അറുക്കാം. അതോടൊപ്പം തന്നെ ഏതേതു നാടുകളിൽ കുട്ടികളായാലും അതെല്ലാം അനുവദനീയമാണ്. വിശദമായി ഇതിൻ്റെ മസ്അല മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല.